ഇലാഹി അനുരാഗത്തിന്റെ ആഴപ്പരപ്പുകളിലോട്ട് മന്ദം മന്ദം ഇറങ്ങിച്ചെന്ന് വിസ്ഫോടനം തീർത്ത മഹാമനുഷ്യൻ. മസ്താനായി നടന്ന ഇച്ഛ കുറിച്ചതെല്ലാം ദിവ്യകാവ്യങ്ങളായി പരിണമിക്കുകയായിരുന്നല്ലോ. ആ ഇച്ഛമസ്താന്റെ ഗുരുത്വങ്ങളിൽ ഏറ്റവും സുന്ദരമായത്, മധുരമൂറുന്നത് ഹബീബായ തങ്ങളെ വർണ്ണിച്ചെഴുതിയ വരികളാണ്. ആ ആത്മീയ അനുരാഗത്തിന്റെ സഞ്ചാരപഥത്തിലൂടെ ഒരല്പനേരം നമുക്ക് സഞ്ചരിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. സർവ സംഭവ സമാനങ്ങൾക്ക് മുമ്പേ നുക്കിതാക്ഷരം മുന്നിൽ വെച്ചവടി മുന്നമേ മുന്നമേ നുക്കിതാക്ഷരം മുന്നിൽ വെച്ചവടി അത് മിന്നി മിന്നി കളിച്ചെണ്ട ഭൂവാദമേ മീമമുളച്ചതടി മീമമുളച്ചതടി കണ്ണാമില സിഫത്തെണ്ട ജബീലെ കണ്ണാമില സിഫത്തെണ്ട ജബീലെ കത്തിമറിந்த കുടി അത് കരുണാനൂറ് മുഹമ്മദിയായെന്ന് കരുണാനൂറ് മുഹമ്മദിയായെന്ന് പേര് വിളിച്ചതടി പേര് വിളിച്ചതടി. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂൻ എന്ന അധ്യായത്തില് പ്രപഞ്ച സത്യങ്ങളോട് ചേർത്ത് വെച്ച് ഇച്ഛ പറയുന്നത് സർവ സംഭവ സമാനങ്ങൾക്ക് മുന്നേ പിറവിയെടുത്ത ഹബീബായ തങ്ങളെക്കുറിച്ച് തന്നെയാണ്. മാത്രമല്ല ഈ വിരുദ്ധത്തിൽ ഇച്ഛ ഒളിപ്പിച്ചു വെക്കുന്ന മറ്റൊരു ചരിത്രം കൂടി കാണാൻ സാധിക്കും. അഥവാ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം സ്വർഗീയ ലോകത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് മലക്കുകൾ നബിയുടെ പിറകുവശത്തു നിന്ന് ചിരിക്കുന്നൊരു രംഗമുണ്ട്. അപ്പൊ ആദം നബി കാര്യം അന്വേഷിക്കും, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നതെന്ന്. ആ സമയത്ത് മലക്കുകൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഭുജാതനാകാനിരിക്കുന്ന അങ്ങയുടെ പേരമകൻ മുഹമ്മദ് നബിയുടെ നൂറും അങ്ങയുടെ നെറ്റിത്തടത്തിലും കഴുത്തിന്റെ പിറകുവശത്തെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കണ്ട് സന്തോഷഭരിതരായി ചിരിച്ചു പോയതാണ്. ആ അർത്ഥ സാദൃശ്യം വരുന്ന വരികളാണ് ഇച്ഛ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇച്ഛ തുടരുകയാണ്. കത്തൻ എന്ന് പറയുന്നത് മേലായ അള്ളാഹുവെ തന്നെയാണ്. അള്ളാഹുവിന്റെ സുമതീയതായ സിഫത്തിലോട് ചേർത്ത് വെച്ചിട്ടുള്ള പ്രയോഗമാണ്. മാത്രമല്ല അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും നിദാനം ഹബീബായ തങ്ങളാണെന്ന് ഇച്ഛ പറയാൻ പോവുകയാണ്. കത്തിമറിந்த കുടി അത് കരുണാനൂറ് മുഹമ്മദിയായെന്ന് കരുണാനൂറ് മുഹമ്മദിയായെന്ന് കത്തിച്ചു വെച്ച തിരി കത്തിച്ചു വെച്ച തിരി. ആ ഹബീബായ തങ്ങൾ നാളെ മക്കാമുൽ മഹ്മൂദ് എന്ന അലംഘനീയമായ സ്ഥാനത്തിരിക്കുന്ന കത്തിച്ചൊലിച്ചിരിക്കുന്ന തിരുനാളമാണെന്ന് ഇച്ഛ പറയുകയാണ്. തുടരുന്നു. പുത്തിമരത്തിൽ പുത്തിമരം എന്ന് പറയുന്നത് മനുഷ്യ ബുദ്ധിയെ തന്നെയാണ്, അല്ലെങ്കിൽ മനുഷ്യ മനസ്സ്. ആ മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ രൂപം കൊണ്ട അർഷ് എന്ന സിംഹാസനം, ആ സിംഹാസനത്തിലിരിക്കുന്ന ഹബീബായ തങ്ങളെ കുറിച്ച് ഇച്ഛ പറയുകയാണ്. പുത്തിമരത്തിൽ മുളച്ചാറിന്റെ മൺകയറിട്ട കൊടി അത് പൂമതം പേശി മുഹമ്മദ് കൊണ്ടെന്റെ പൂമതം പേശി മുഹമ്മദ് കൊണ്ടെന്റെ പൂതിമരന്തതടി പൂതിമരന്തതടി. ആ ഹബീബായ തങ്ങളുടെ പോരിശ പറഞ്ഞു 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 എൻ്റെ ദുന്യവയായ ആഗ്രഹങ്ങളെല്ലാം ഞാൻ മറന്നു പോയതടി എന്ന് സ്വന്തം ശരീരത്തോടെ ഇച്ഛ പറയുകയാണ്. മാത്രമല്ല ഇച്ഛയുടെ തന്നെ ഹബീബായ തങ്ങളുടെ പുകള് പറയുന്ന മറ്റൊരു ഗുരുത്വം കൂടി നമുക്ക് കേട്ടു നോക്കാം. മുത്തൊളി മുഹമ്മദിന്റെ മുമ്പിരുന്ന ശിറടാ മുത്തിലുള്ള പത്തെടുത്ത് മുത്തി മുത്തി കൊള്ളടാ. മുത്തൊളി മുഹമ്മദിന്റെ മുമ്പിരുന്ന ശിറടാ മുത്തിലുള്ള പത്തെടുത്ത് മുത്തി മുത്തി കൊള്ളടാ.
പുത്തിമാർകളോക്കയും പൂതം കുടിക്കും കള്ളടാ പുത്തിമാർകളോക്കയും പൂതം കുടിക്കും കള്ളടാ പുള്ളിലാകലാകും മുഹമ്മദുർ റസൂലുള്ളാഹ് പുള്ളിലാകലാകും മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തൊളി മുഹമ്മദിന്റെ മുമ്പിരുന്ന സിറടാ മുത്തിലുള്ള പത്തെടുത്ത് മുത്തി മുത്തി കൊള്ളടാ. ആ ഹബീബായ തങ്ങൾ സർവ്വതിന്റെ മുമ്പുള്ള രഹസ്യങ്ങളുടെ കലവറയാണ്. ആ രഹസ്യങ്ങളുടെ കലവറയിൽ നിന്നും നീ മുത്തും പവയെല്ലാം നീ വാരിയെടുത്ത് മുത്തി മുത്തി കൊള്ളട എന്നാണ് ഇച്ഛ പറയുന്നത്. അതുപോലെ ബുദ്ധിമാർഗങ്ങളൊക്കെയും അഥവാ ബുദ്ധിയുള്ള എല്ലാവരും കുടിക്കുന്ന സ്ഫുടമായ കള്ളാണ്, ആനന്ദ ലഹരിയാണ് ഹബീബായ തങ്ങൾ. ആ ആനന്ദാമൃതം നുകർന്നിട്ട് പുള്ളെന്ന് പറയുന്നത് കുയിലാണ്. ആ കുയിലിനെ പോലെ നീ പാടിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര സുന്ദരമാണ് ഈ വരികൾ. വാദ്യോപകരണങ്ങളുടെ അകമ്പടി സേവിക്കാതെ കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൂഫിയാന കലാമിന്റെ ലോകത്തു നിന്നും എല്ലാം മുക്തമായി ഇതിന്റെ തനിമയിൽ അവതരിപ്പിക്കാനും ആസ്വദിപ്പിക്കാനും പുണ്യം നേടാനും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.